കരുവന്നൂർ സഹകരണ ബാങ്ക് ക്രമക്കേട് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയെന്ന് CPIM പ്രവർത്തന റിപ്പോർട്ട്. കരുവന്നൂരിലേത് നീതീകരിക്കാനാകാത്ത നടപടി. സഹകരണ സംഘങ്ങളുടെ പ്രവർത്തനങ്ങളിൽ പ്രത്യേക മേൽനോട്ടം വേണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശം. നേതാക്കളിൽ ചിലർ പണത്തിനു പിന്നാലെ പോകുന്നുവെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പ്രതിനിധി സമ്മേളനത്തിൽ വിമർശിച്ചു. SFIയും DYFIയും ജില്ലയിൽ നിർജീവമായ അവസ്ഥയിലാണെന്നും വിമർശനം. പ്രവർത്തന റിപ്പോർട്ട് കേരള വിഷൻ ന്യൂസിന് ലഭിച്ചു. കരുവന്നൂരിലുണ്ടായ വീഴ്ചയിൽ പാഠം ഉൾക്കൊള്ളുന്നതാണ് CPIMന്റെ തൃശൂർ ജില്ലാ സമ്മേളന പ്രവർത്തന റിപ്പോർട്ട്. കരുവന്നൂർ ബാങ്കിലെ ക്രമക്കേട് ജില്ലയിൽ ഉടനീളം പാർട്ടിയെ പ്രതിരോധത്തിലാക്കി. നീതീകരിക്കാനാകാത്ത നടപടി സഹകരണ മേഖലയുടെ വിശ്വാസ്യതയെ തന്നെ തകർത്തുവെന്നും ജില്ലാ സെക്രട്ടറി MM വർഗീസ് അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ട് പറയുന്നു. പിന്നാലെ MV ഗോവിന്ദൻ മാസ്റ്റർ പ്രതിനിധികളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചപ്പോഴും രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. നേതാക്കളിൽ ചിലർ പണത്തിനു പിന്നാലെ പോകുന്ന പ്രവണതയുണ്ട്. പാർട്ടിയുടെ പ്രവർത്തനത്തിൽ തന്നെ മോശം പ്രവണതകൾ കടന്നുകൂടി. വർഗ ബഹുജന സംഘടനയായ SFIയും DYFIയും താഴെത്തട്ടിൽ തീർത്തും നിർജീവമായ അവസ്ഥയിലാണ്. പലയിടങ്ങളിലും യൂണിറ്റ് കമ്മിറ്റികൾ പ്രവർത്തിക്കാത്ത അവസ്ഥയെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ വിമർശിച്ചു. തൃശൂർ മേയർ MK വർഗീസിനെതിരെയും പ്രവർത്തന റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. 2.5 വർഷം MK വർഗീസിനും ബാക്കി 2.5 വർഷം LDFിനും എന്ന വ്യവസ്ഥ MK വർഗീസ് അട്ടിമറിച്ചു. ജില്ലയിലെ BJPയുടെ വളർച്ച അതീവ ഗൗരവത്തോടെ കാണണമെന്നും പ്രവർത്തന റിപ്പോർട്ട് വിലയിരുത്തുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ തോതിൽ വോട്ട് ചോർന്നു. LDF വോട്ടുകളും ചോർന്നുവെന്ന വിലയിരുത്തുന്ന റിപ്പോർട്ടിൽ VS സുനിൽകുമാറിന്റെ വ്യക്തിപ്രഭാവം കൂടുതൽ വോട്ട് സ്വരൂപിക്കാൻ ആശ്വാസമായെന്നും വ്യക്തമാക്കുന്നു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.